ഹായ്, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഓണത്തിനും സദ്യയിലൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് പൈനാപ്പിൾ പച്ചടി. പൈനാപ്പിൾ പച്ചടി എന്നും പറയും, മധുര പച്ചടി എന്നും പറയും. അപ്പം ഞാനിവിടെ 200 ഗ്രാം പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മുള്ളുഭാഗമില്ലേ, ആ മുള്ളെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പൈനാപ്പിൾ നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതെല്ലാം കുക്കറിലാണ് ഉപയോഗിക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മുടെ കറി റെഡിയാകുക. ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഉപ്പ് ഒരുപാട് വേണ്ട, മധുരക്കറിയല്ലേ. നമ്മുടെ പൈനാപ്പിളിൽ ഓൾറെഡി വെള്ളം ഇറങ്ങും, അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇപ്പം തന്നെ കണ്ടോ, ആ പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. നമുക്ക് ഒറ്റ വിസിൽ കേൾപ്പിക്കാം. പൈനാപ്പിൾ ഇപ്പോൾ ഒരു വിസിലടിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ 6 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ഒരു 1/4 സ്പൂൺ, ഒരു ഇഞ്ച് കടുക്, ഒരു തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. പൈനാപ്പിളിൽ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർക്കാതെ വെച്ചത്. പൈനാപ്പിൾ വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാൻ വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പം നമുക്ക് ഈ പൈനാപ്പിൾ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ പൈനാപ്പിൾ നമുക്ക് ആ ചാറോട് കൂടി നമുക്ക് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. പൈനാപ്പിൾ നമ്മൾ ഒരുപാട് പേസ്റ്റ് ആയിട്ടില്ല, ഈ ഒരു പരുവത്തിന് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ആ വെള്ളം ഒന്നിനും വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഇനി ഇതിലോട്ടൊരു ഈ വലിപ്പത്തിലുള്ള ഒരു ചെറിയ ശർക്കരയാണ്. അത് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ആ ശർക്കരയും കൂടെ നമുക്കിട്ട്, ശർക്കരയും ഈ ശർക്കര അങ്ങ് മെൽറ്റായി പൈനാപ്പിളുമായിട്ട് നന്നവണ്ണം യോജിച്ച് വരണേ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളമെല്ലാം ഇപ്പം വറ്റിയിട്ടുണ്ട്, ശർക്കര മെൽറ്റായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ മിക്സ് ആണെങ്കിലും ഒന്നും അധികം വെള്ളം ഇല്ലാണ്ട് വേണം നമ്മൾ അരച്ചെടുക്കാനേ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിയുടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, തേങ്ങയുടെ ആ പച്ചച്ചൊവയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു 5 സ്പൂൺ കട്ട തൈരാണ് ചെറുതായിട്ടൊന്ന് സ്പൂണിനൊന്ന് ഉടച്ചു കൊടുക്കുക. ആ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണേ. നമ്മൾ തൈരും ചേർത്ത് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇത് വറ്റൽമുളകിൻ്റെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആ അരി കളഞ്ഞിട്ടുണ്ട്. അരിയും കൂടി ഇരുന്നാൽ പിന്നീട് നമ്മുടെ കറിക്ക് എരിവ് കൂടും. അതുകൊണ്ട് ആ അരി കളഞ്ഞിട്ടുള്ള വറ്റൽമുളകാണ്. നമ്മുടെ സദ്യയിലെ കറികൾക്കൊന്നും എരിവില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ആ അരി കളയുന്നത്. ഇനി ഒരു തണ്ട് കറിവേപ്പില നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി ഇത് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 10-20 സീഡ്ലെസ് മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമേ മുന്തിരി ഇട്ട് കൊടുക്കാവുള്ള. ഈ കറിയുടെ ആ ചെറിയ ചൂട് മതി മുന്തിരിക്ക്. അപ്പം മുന്തിരി ഒട്ട് വെന്തും പോത്തില്ല, നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇപ്പം റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണെങ്കിലും അതിൽ ഒരു കഷ്ണം ശർക്കര ഇടണം. അതൊരു ഭയങ്കര ടേസ്റ്റ് നമ്മുടെ കറിക്ക് കൊടുക്കും. ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം.